الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنهم واتقوا الله وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചരിത്രത്തിൽ വളരെ കൃത്യമായ ആസൂത്രണം, പ്ലാനിങ് നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും അള്ളാഹുവിലുള്ള തവക്കുൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. സ്വഹാബത്തിന്റെ ആത്മാർത്ഥത നമുക്ക് ഈ ചരിത്രത്തിൽ കാണാവുന്നതാണ്. പ്രവാചകനെ അവർ ഏത് രൂപത്തിൽ കെയർ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യുവത്വത്തിന്റെയും സ്ത്രീ സമൂഹത്തിന്റെയും ഒക്കെ സാഹസികത ഈ ചരിത്രത്തിലൂടെ അയവിറക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് ഹിജ്റ എന്ന്. അതിൽ നാം കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിറാ ഗുഹയിൽ എത്തിയ ആ രംഗത്താണ് നാം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിസാഹസികവും അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതുമാണ് ഹിജ്റ എങ്കിലും അതുപോലെ തന്നെ അതിസുന്ദരവും സന്തോഷകരവുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളും ഹിജ്റയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 3 ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചക തിരുമേനിയും സൗർ ഗുഹയിൽ താമസിച്ചു. മുൻ നിശ്ചയപ്രകാരം അവിടെ അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന അവിശ്വാസി അവർക്ക് യസ്രിബിലേക്കുള്ള വഴികാട്ടിയായി തിങ്കളാഴ്ച രാവിലെ അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവർ ആ ഗുഹയിൽ നിന്ന് യാത്ര തിരിക്കുന്നു. ആ ഗുഹയിൽ നിന്ന് അവർ പുറത്തിറങ്ങി പോകുന്നത് ജിദ്ദ വഴി, ചെങ്കടൽ വഴിയുള്ള പുറകോട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. സാധാരണ ആളുകൾ നീങ്ങുന്ന വഴിയിലല്ല, മറിച്ച് പുറകോട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. അതിലൂടെയാണ് ഇപ്പോൾ മോഡേൺ ഹൈവേ പോകുന്നത്. ആ ഹൈവേയിൽ ആ പറഞ്ഞ സ്ഥലത്തിന്
ത്വരീഖ് ഹിജ്ർ എന്നാണ് പേര്. അപ്പോ നമ്മളൊക്കെ പലപ്പോഴും ഗൾഫ് നാടുകളിൽ ഹജ്ജിനോ ഉംറക്കോ മറ്റ് യാത്രക്കോ വിസിറ്റിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് ത്വരീഖ് ഹിജ്റിലൂടെ നമ്മൾ പോകുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അന്ന് 1400 വർഷങ്ങൾക്കപ്പുറം ഹിജ്റ പോയിട്ടുള്ള വഴിയാണിത് എന്ന ഒരു ഓർമ്മയും കൂടി നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ അവർ യാത്ര തുടർന്നു. രാത്രിയാണ് അധികവും യാത്ര പുറപ്പെടുന്നത്. പകൽ ചൂടായിരിക്കും, അതുപോലെ മരുഭൂമിയിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. രാത്രിയാണ് അധികവും യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ആ യാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കെയർ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ കാണാവുന്നതാണ്. പ്രവാചകന്റെ 4 ഭാഗത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലതു ഭാഗത്തുണ്ട്, ഇടതു ഭാഗത്തുണ്ട്, മുന്നിലുണ്ട്, പിന്നിലുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി മാറിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുന്നത്. കാരണം ഏത് ഭാഗത്തു നിന്നൊരാക്രമണവും പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രവാചകന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ മാത്രമേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒപ്പമുള്ളൂ. ആ പ്രവാചകന് വല്ലതും സംഭവിച്ചാൽ പടച്ചവരെ എന്തായിരിക്കും സ്ഥിതി എന്നോർത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പ്രവാചകന്റെ 4 ഭാഗത്തു കൂടിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ പാറ ഉയർത്തപ്പെട്ടു. മരുഭൂമിയിൽ സാധാരണ അവർ നടക്കുന്ന ആ വഴിയിൽ പാറയില്ല. അവിടെ അതാ ഒരു വലിയ പാറ ഉയർത്തപ്പെടുകയാണ്. അതിന്റെ ഒരു ഭാഗത്ത് തണലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, ആ പാറയുടെ അടുത്തേക്ക് ഞാൻ ആദ്യം ചെന്നു. എന്നിട്ട് ആ മണലെല്ലാം എന്റെ കൈകൊണ്ട് തന്നെ വിരിച്ച് വളരെ ശരിയാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നം യാ റസൂലല്ലാഹ്, പ്രവാചകരെ ക്ഷീണിച്ചിട്ടില്ലേ? ഇവിടെ കുറച്ച് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കിടക്കുകയും അവിടെ നല്ല ഉറക്കത്തിലായി തീരുകയും ചെയ്തു. ആ സമയത്ത് ഒരു ആട്ടിടയൻ അതിലൂടെ നടന്നു വരുന്നുണ്ട്. ആ ആട്ടിടയനുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകൊണ്ട് പറഞ്ഞു, അഫീ ഗനമിക ലബനുൻ, നിന്റെ ആടുകൾക്ക് പാലുണ്ടോ? പാല് കിട്ടുമോ നിന്റെ ആടിൽ നിന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആട്ടിടയൻ പറഞ്ഞു, അതെ പാലുണ്ട്. എങ്കിൽ ഞങ്ങൾക്ക് അല്പം പാല് വേണം. അങ്ങനെ പ്രവാചകൻ പാല് കുടിക്കുന്ന ആ പാത്രം, അതുപോലെ വെള്ളം കുടിക്കുന്ന ആ പാത്രം എടുത്തുകൊണ്ട് അതിലേക്ക് പാല് കറക്കുകയാണ്. ഈ കറക്കുന്ന സമയത്തും പ്രവാചകൻ പറഞ്ഞു ഇടയനോട്, ശ്രദ്ധിച്ച് കറക്കണം കേട്ടോ. അതിന്റെ രോമമോ അതുപോലെ അകിടിൽ നിന്നുള്ള മാലിന്യങ്ങളോ ഒന്നും തന്നെ ആ പാലിലാവരുത്, വളരെ ശ്രദ്ധിച്ച് കറക്കണം എന്നുവരെ ആ ആട്ടിടയനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ആ പാല് കറന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുചെന്നു. പ്രവാചകൻ ഉറങ്ങുകയാണ്. ഉണർത്താൻ ഇഷ്ടപ്പെട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറെ കഴിഞ്ഞ് ഉണർന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ കുടിച്ചോളൂ പാല്. പ്രവാചകൻ മതിവരുവോളം കുടിക്കുന്നത് കണ്ട് ആ രംഗം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അല്ല സിദ്ദീഖേ, നമുക്ക് പോവേണ്ടേ, യാത്ര പോവേണ്ടേ? വേണം. അങ്ങനെ വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവർ ആ യാത്രക്കിടയിൽ ബനൂ മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കണ്ടു. അവരെങ്ങോട്ടും കണ്ടു. 3 ആളുകൾ പോകുന്നുണ്ട്. നബിയും അബൂബക്കർ സിദ്ദീഖും അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്ത് എന്ന വഴികാട്ടിയുമാണ്. ഈ 3 ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വന്നിട്ടുള്ള ആൾ ആ ബനൂ മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആൾ വേട്ടയോ മറ്റോ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെയുള്ള ആളുകൾ സാധാരണ അവരുടെ ഗോത്രത്തിലേക്ക് ചെല്ലുകയും അവർക്കുണ്ടായ സാഹസികമായ അവസ്ഥകൾ ഗോത്രങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അത് കേൾക്കുവാൻ വേണ്ടി അവിടെ ഇങ്ങനെ ആളുകൾ തടിച്ചുകൂടും, ആ സാഹസികത വിശദീകരിക്കുവാൻ വേണ്ടി. ഇതുപോലെ ബനൂ മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ആൾ നാട്ടിലെത്തി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വഴിക്ക് വെച്ച് ഞാൻ 3 ആളുകളെ കണ്ടു. അപ്പോ ആ കൂട്ടത്തിൽ സുറാഖ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ആ ഹിജ്റയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുറാഖയുമായിട്ടുള്ള ആ സംഭവം എന്ന് പറയുന്നത്.
സുറാഖ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു അത് വേറെ ആരെങ്കിലും ആയിരിക്കും, വേറെയും പലരും ആ വഴിക്ക് പോയിട്ടുണ്ട്, അങ്ങനെ 2-3 ആളുകൾ പോകുന്നത് എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് അവരാകില്ല എന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു. അവൾ സംസാരങ്ങൾ വേറെ രംഗത്തേക്ക് നീങ്ങി. അപ്പൊ മെല്ലെ സുറാഖ അവിടെ എഴുന്നേറ്റു. കാരണം സുറാഖക്കറിയാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഇത് മുഹമ്മദും അബൂബക്കറും അവരെ സഹായിക്കുന്ന ആളുകളും തന്നെയായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം നല്ലൊരു റൈഡർ കൂടിയായിരുന്ന ഒരു കുതിര സവാരിക്കാരനാണ്, നല്ലൊരു അമ്പെയ്ത്തുകാരനാണ് സുറാഖ എന്ന് പറയുന്ന ആൾ. അതിവേഗത്തിൽ ഓടുന്ന ഒരു കുതിരയുമായി കൊണ്ട് ആ പറഞ്ഞ ബനൂ മുദ്ലിജ് ഗോത്രക്കാരൻ പറഞ്ഞ ആ ദിക്കിലേക്ക് അതിശീഘ്രം കുതിരയുമായി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏകദേശം ഒരു അമ്പെയ്താൽ കൊള്ളാവുന്ന അകലത്തിലെത്തി. അദ്ദേഹം തന്നെ പിന്നീട് വിശദീകരിക്കുകയാണ്. സുറാഖ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ആ മുസ്ലിമായ സമയത്ത് പിന്നീട് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെ അമ്പെയ്യാവുന്ന ആ അകലത്തിലെത്തിയപ്പോ കുതിരയുടെ കാൽ നമ്മളൊക്കെ കേട്ട ചരിത്രം പോലെ മണലിൽ കൊണ്ടുപോയി. അതിനെ എഴുന്നേൽപ്പിച്ചു, വീണ്ടും അങ്ങനെ സംഭവിച്ചു, എഴുന്നേൽപ്പിച്ചു, വീണ്ടും അങ്ങനെ സംഭവിച്ചു, 2-3 തവണ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് എന്തോ ഒരു അത്ഭുതം ഉണ്ട് എന്ന് മനസ്സിലായി. ഇവർക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം, അഭൗതികമായ ഒരു സംരക്ഷണമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം ഉപദ്രവിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ മറ്റൊരു ഈ മേഘങ്ങളെ പോലെ ഒരു സംഗതി അവിടെ ഉണ്ടായി എന്നും മിസ്ലത് ദുഖാൻ, ഒരു പുകപടലം പോലെ അവരെ കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ആ പ്രവാചകനുമായി സന്ധിയിൽ ഏർപ്പെടുകയാണ്. പ്രവാചകരെ, അങ്ങ് നിങ്ങൾക്ക് എന്തോ ഒരു അത്ഭുതമുണ്ട്, ഏതായിരുന്നാലും എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങളോട് ഞാൻ ഒരു യുദ്ധം ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോ അദ്ദേഹം പ്രവാചകനോട് ആവശ്യപ്പെട്ടു, പ്രവാചകരെ, എനിക്ക് നിങ്ങൾ ഒരു കരാർ നൽകണം. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ് എങ്കിൽ, ഞങ്ങളുടെ ഗോത്രക്കാരെയോ നാട്ടുകാരെയോ ഉപദ്രവിക്കുകയാണ് എങ്കിൽ, അവരുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ എനിക്ക് സംരക്ഷണം നൽകും എന്ന് പറയുന്ന ഒരു കരാർ നൽകണം. അങ്ങനെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ കരാർ എഴുതി കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതൊക്കെ പിന്നീട് ആ രൂപത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്ക വിജയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ബനൂ മുദ്ലിജ് ഗോത്രക്കാർ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഗോത്രക്കാരെ പിടികൂടിയപ്പോ ഈ പത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള കരാറിൽ. അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ സുറാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ കണ്ട വിവരം ആരോട് പറയരുത് കേട്ടോ. വഴിയിൽ ഞങ്ങളെ കണ്ട വിവരം ആരോട് പറയാൻ പാടില്ല. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ പോകുമ്പോ വീണ്ടും പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. പേർഷ്യയുടെ, കിസ്റയുടെ, അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് കിസ്റ, കൈസർ എന്ന് പറയുന്നത്. ആ കിസ്റയുടെ 2 വളകൾ നിന്റെ കയ്യിൽ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് പ്രവാചകൻ പറയുന്നത്. കിസ്റ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രം, അത് കീഴ്പ്പെടുത്തിയിട്ട് അവരുടെ ഖജനാവുകളിലുള്ള ആ വളകൾ എന്റെ കൈകളിൽ എത്തുക എങ്ങനെയുണ്ടാകും? അത് പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി സുറാഖ. പക്ഷെ പിന്നീട് അത് സംഭവിച്ചിട്ടുണ്ട്. നബിയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യക്കാരുമായിട്ടുള്ള ഖാദിസിയ്യ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും അങ്ങനെ അവരുടെ പേർഷ്യയുടെ കൊട്ടാരങ്ങൾ, വർണ്ണങ്ങൾ നിറഞ്ഞ ആ കൊട്ടാരങ്ങൾ ഇവിടെ മുമ്പിൽ എത്തപ്പെടുകയും ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വിളിക്കുന്നുണ്ട്, ഐന സുറാഖ, ഐന സുറാഖ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞിട്ടുള്ള ആ വളകൾ ആ മക്ക വിജയത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം പ്രവാചകൻ ആ പറഞ്ഞ കാര്യം അതേ രൂപത്തിൽ തന്നെ പുലരുകയാണ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് അവർ യാത്ര പുറപ്പെടുന്നു. ആ യാത്ര പുറപ്പെട്ടുകൊണ്ട് അവിടെയാണ് ഉമ്മു മഅ്ബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഇന്നും മദീനയുടെ ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എക്സിറ്റ് ഖുദൈദ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം.
അത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യവും അവിടെ എത്തുന്ന നേരത്തെ നാം പറഞ്ഞതുപോലെ തെരീഖ് ഹിജ്ർ എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ എക്സിറ്റ് ഉദൈദ് എന്ന് പറയുന്ന ആ സ്ഥലമുള്ളത്. ഉമ്മു മഅ്ബദിന്റെ ആ സ്ഥലം എന്ന് പറയുന്നത് യാത്രക്കാരൊക്കെ ഇറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ കയ്യിലാണെങ്കിൽ ഭക്ഷണമില്ല. അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ചെന്ന് ചോദിച്ചു, വല്ലതുമുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, വളരെ ക്ഷാമത്തിന്റെ ഒരു കാലമാണിത്, ഇവിടെ സാധാരണ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ വല്ലതുമൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ മൂലയിൽ ഒരു ആടിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി ശാത്തു യാ ഉമ്മു മഅ്ബദ്, ഉമ്മു മഅ്ബദേ, ആ ആടിന്റെ സ്ഥിതി എന്താ? അപ്പൊ ഉമ്മു മഅ്ബദ് പറഞ്ഞു, അത് ക്ഷീണിച്ച ഒരാടാണ്, അതിന് പാലൊന്നുമില്ല, അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു പാത്രം ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ ഒരു മുഴുജിതത്ത് ഉണ്ടാവുകയാണ്. ഒരു വലിയ പാത്രം അവർ എടുത്തു കൊടുത്തു. അങ്ങനെ ആ പാത്രത്തിൽ നിറയെ പാല് കറന്നു. ഇയാളിൽ നിന്നൊരു മുഴുജിതത്താണ് ഉണ്ടാവുന്നത്. നിറയെ പാല് കറന്നു. ആദ്യം ഉമ്മു മഅ്ബദിന് തന്നെ കുടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പാല് കറന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം പാല് കറന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അവിടെയും വേറൊരു സുന്നത്ത് കൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യത്തിലൂടെ. അഥവാ ഭക്ഷണം വിളമ്പുന്ന ആൾ ആദ്യം കഴിക്കാൻ പാടില്ല എന്നൊരു സുന്നത്തുണ്ട് ഇസ്ലാമിൽ. അതും ആദ്യം ഉമ്മു മഅ്ബദിന് കൊടുത്തു, പിന്നെ അബൂബക്കർ സിദ്ദീഖിന് കൊടുത്തു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ ആ പാല് കുടിക്കുകയും ചെയ്തു. അവിടുന്ന് യാത്രയായി കുറച്ചു കഴിഞ്ഞപ്പോ അബൂ മഅ്ബദ് അഥവാ ഉമ്മു മഅ്ബദിന്റെ ഭർത്താവ് അവിടേക്ക് തിരിച്ചു വരും. കാരണം എല്ലാവരും പുറത്താണ് ഇപ്പോ. കാരണം നബിയെയും അബൂബക്കർ സിദ്ദീഖിനെയും തിരയാണ്. 100 ചുവന്ന BMW, ഞാൻ കഴിഞ്ഞ കുത്തുവയിൽ പറയുന്നു, ഒരു ചുവന്ന ഒട്ടകം ചെന്നത് BMW കാറിനേക്കാൾ വലിയ വിലമതിപ്പുള്ള കാലത്ത് 100 ചുവന്ന ഒട്ടകങ്ങളെയാണ് കിട്ടുന്നത്. പുരുഷന്മാരായ ആളുകളെല്ലാം പുറത്ത് തെരഞ്ഞു നടക്കുകയാണ് നബിനെയും അബൂബക്കർ സിദ്ദീഖിനെയും. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അബൂ മഅ്ബദ് വീട്ടിൽ വന്നപ്പോ അവിടെ പാല് കണ്ടപ്പോ അത്ഭുതം, എവിടെ പാല് കിട്ടിയത്? അപ്പോ ഉമ്മു മഅ്ബദ് പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിരുന്നു, ആടിനെ കറന്ന് പാല് തന്നതാണ്, കുടിച്ചതാണ്. അപ്പോ അബൂ മഅ്ബദ് പറഞ്ഞു, ഉമ്മു മഅ്ബദ്, നീ വിശാലമായി ആ കാര്യം പറയും, ആരോ വന്നത്, എങ്ങനെ വന്നത്, അന്ന് വിശദീകരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ ഉമ്മു മഅ്ബദ് വന്നിട്ടുള്ള ആളിനെ കുറിച്ച് വിശദീകരിച്ചു. ഇവിടെ വന്ന ആള് അതിസുന്ദരനായ ഒരു വ്യക്തിയാണ്, തേജസ്സുള്ള മുഖമുള്ള ആളാണ്, അത്യാകർഷകമായ നേത്രങ്ങളുള്ള ആളാണ്, സുറുമ എഴുതിയതുപോലെയുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിനുള്ളത്, നിറഞ്ഞു ചേർന്ന് നിൽക്കുന്ന പുരികങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്, കടുത്ത കറുത്ത നിറത്തിലുള്ള കൃഷ്ണമണികളാണ് അദ്ദേഹത്തിനുള്ളത്, ചുറ്റും നല്ല വെളുപ്പുമാണുള്ളത്, നീണ്ട ഇടതൂർന്ന കൺപീലികളാണുള്ളത്, ഒത്ത ശരീരമാണ്, മധുരമാർന്ന ശബ്ദമാണ്, മാലയിൽ നിന്നും മുത്തുകൾ പൊട്ടി വീഴുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം. പ്രവാചകനെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തതാ. ആ പ്രവാചകന്റെ ആകൃതിയും രൂപവും മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ള അബൂ മഅ്ബദ് ഇത് അവൻ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് വേറെ പാല് പോലും കുടിക്കാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്, പിടികൂടാൻ വേണ്ടി പുറപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപം അവിടെ വിശദീകരിക്കപ്പെടുകയാണ്. യാത്രയിൽ മറ്റൊരു യാത്രാ സംഘത്തെ കണ്ടു. ആ യാത്രാ സംഘത്തെ കണ്ടു അവർ പലപ്പോഴും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ്, പുരുഷന്മാരും മുഖം മറച്ചുകൊണ്ടാണ് മണലിൽ നിന്നുള്ള പൊടിയൊന്നും ശരീരത്തിലാവാതിരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ ആ യാത്രക്കാരെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മുഖത്തുള്ള ആ വിരി മാറ്റിയപ്പോ അവർക്ക് മനസ്സിലായി, മുമ്പേ കണ്ടിട്ടുള്ള കച്ചവടത്തിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് അയാൾ ചോദിച്ചു, മൻ മാക്കയ അബൂബക്കർ, അബൂബക്കറെ നിന്റെ കൂടെ ഉള്ളത് ആരാണ് എന്ന് ആ യാത്രക്കാരൻ ചോദിച്ചു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നഹു ഹാദിൻ യഹ്ദീനി ഇല സിറാത്ത്, എന്നെ വഴികാട്ടുന്ന ആളാണ്, എന്നെ നേരായ വഴിയിലേക്ക് വഴികാട്ടുന്ന ആളാണ്. രണ്ടർത്ഥത്തിലുമാകാം. അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മരുഭൂമിയിലൂടെ എവിടേക്കോ യാത്ര ചെയ്യുമ്പോൾ വഴി കാണിച്ചു കൊടുക്കാനുള്ള ആളാണ് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് രണ്ടർത്ഥത്തിലുമാകാം. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് രണ്ടുമാവണം, എന്നാൽ എനിക്ക് ഏറ്റവും നല്ല മാർഗം ഏതാണെന്ന് പഠിപ്പിച്ചു തരുന്ന പ്രവാചകൻ തന്നെയാണ് എന്നോടൊപ്പം എന്നാണ്. അങ്ങനെ അവർ യാത്ര ഇങ്ങനെ തുടർന്ന് ഏകദേശം മദീനക്കടുത്തുള്ള ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങളിൽ നമുക്ക്
അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഹദീസുകളിൽ കാണാൻ കഴിയില്ല. ഒരുപക്ഷെ അവിടെ എത്തിയപ്പോ അയാൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാകും. അവിടുന്ന് അങ്ങോട്ട് ഈ രണ്ടാളുകൾ നബിയുടെയും അബൂബക്കറിന്റെയും ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അങ്ങനെ ഖുബായിലെത്തിയ ആ സമയത്ത് അത് അറിയപ്പെടുന്നത് ഖറയത്ത് അംർ ഇബ്നു ഔഫ് എന്ന പേരിലാണ് ഖുബ എന്ന് പറയുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത്. അന്നൊക്കെ ഓരോ പ്രവിശ്യകളായിരുന്നു, ഓരോ ഗോത്രങ്ങളുടെ പേരുകളിലാണ് ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുക. അങ്ങനെ അവിടെ എത്തി കുൽസൂം ബിൻ ഹിദം എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലാണ് പ്രവാചകൻ താമസിക്കുന്നത്. 14 ദിവസമെന്നും 18 ദിവസമെന്നും ഹദീസുകളിൽ കാണാം. ആ വീട്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിട്ടുള്ളത്. ഈ ദിവസത്തിനിടയ്ക്ക് അലി റളിയല്ലാഹു അൻഹു അവിടെ വെരുപ്പ് കിടന്നതാണ്. അവിടുന്ന് ഇവിടെ എത്തി ഈ ദിവസങ്ങൾ കിടക്കായിക്കൊണ്ട്. എങ്ങനെ വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കാലൊക്കെ ആകെ പൊള്ളിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ നടന്നിട്ട് കാലൊക്കെ ആകെ പൊള്ളിച്ച് ക്ഷീണിച്ചിട്ടാണ്, ഒരു വാഹനം പോലും ഇല്ലാതെയാണ് അലി റളിയല്ലാഹു അൻഹു അവർ ഖുബൈലെത്തിയപ്പോഴേക്കും മക്കയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ ആ സമയത്ത് തന്നെ സുഹൈബുർ റൂമി എന്ന് പറയുന്ന വ്യക്തിയും അവിടെ എത്തി. സുഹൈബുർ റൂമി എന്ന് പറയുന്ന ആള് റോമക്കാരനായ സുഹൈബ് എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും മക്കയിൽ വന്ന് വലിയ വ്യാപാരിയായി വളരെ വലിയ സമ്പന്നനായി. അങ്ങനെ വളരെ വലിയ സമ്പന്നനായി എല്ലാവരും ഹിജറ പോകുമ്പോ അദ്ദേഹവും ഹിജറ പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സമ്പത്തെല്ലാം ആയിക്കൊണ്ട് ആളുകൾ തടഞ്ഞു വെച്ചു, പോകാൻ പാടില്ല, നീ വേണം പോയിക്കോ, കാരണം നീ പുറത്തുനിന്ന് വന്നതാണ്, അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ച സ്ഥലത്തേക്ക് പോയിക്കോ, പക്ഷെ നിന്റെ ഈ സമ്പത്ത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, അത് ഇവിടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് പ്രശ്നം ഈ സമ്പത്തല്ലേ, എന്റെ ഈ ഭാരിച്ച സമ്പത്തല്ലേ നിങ്ങൾക്ക്? എന്റെ സമ്പത്തുകളെല്ലാം ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു. എന്നിട്ട് അന്നൊക്കെ ബാങ്ക് രൂപങ്ങളൊന്നും ഇല്ലല്ലോ, ഓരോ സ്ഥലങ്ങളിൽ കുഴിച്ചിടുകയാണ് സമ്പത്ത് ചെയ്യുക. ആ കുഴിച്ചിട്ട സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് സുഹൈബുർ റൂമി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുന്നത്. അപ്പോ സുഹൈബുർ റൂമിയും അവിടെ എത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും അങ്ങനെ മറ്റുള്ളവരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ഖുബായിൽ ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ പള്ളിയുടെ ഖിബ്ല ഏതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അന്നത്തെ ഖിബ്ല മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അതിന്റെ നേരെയാണ് ഖിബ്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. പിന്നീട് മസ്ജിദുൻ നബവി പ്രവാചകൻ മദീനയിൽ ഉണ്ടാക്കിയതിനു ശേഷവും ആഴ്ചയിൽ ഒരിക്കൽ, മിക്കവാറും ശനിയാഴ്ചകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വരികയും ഖുബായിലെ പള്ളിയിൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും അവിടെ ആ നാടുകളിൽ പോയി ഈ ഖുബാ മസ്ജിദിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ് എന്ന് ഇബ്നു മാജ ഉദ്ധരിച്ച ഇമാം അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബൈലെത്തി 14 ദിവസങ്ങൾ അവിടെ താമസിച്ചു. അവിടെ നിന്ന് പ്രവാചകൻ പള്ളി നിർമ്മിച്ചു. പിന്നീട് വിവരം കൊടുക്കുകയാണ് യസ്രിബിലേക്ക്. ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്ററുകൾ മാത്രമാണ് ഉണ്ടാവുക. യസ്രിബിലേക്ക് ഞങ്ങൾ ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാഴാഴ്ച വിവരം നൽകുകയാണ്. നാളെ രാവിലെ, നാളെ ഞങ്ങൾ യസ്രിബിലെത്തും. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അവർ പുറപ്പെടുന്നു, മദീനയിലേക്ക് യസ്രിബിലേക്ക് പുറപ്പെടുകയാണ്. ആ പോകുന്നതിനിടയ്ക്ക് ഏകദേശം ഒരു 500 മീറ്റർ കഴിയുന്ന സമയത്താണ് വാദി സാലിം എന്ന് പറയുന്ന സ്ഥലം. അന്ന് വെള്ളിയാഴ്ച ജുമായയുടെ സമയമായി. അവിടെ വെച്ചുകൊണ്ട് ജുമാ നമസ്കരിക്കുകയാണ് യസ്രിബുകാരായ ആളുകൾ. അപ്പോ ആദ്യമായി ജുമാ നമസ്കരിച്ചത് ഈ വാദി സാലിം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള പള്ളിയുടെ പേര് ഇന്ന് മസ്ജിദുൽ ജുമാ എന്ന പേരുമുണ്ട്, മസ്ജിദുൽ വാദി എന്നും ആ പള്ളി അറിയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. ഇങ്ങനെ 2 പേരുകളിൽ ആദ്യമായി പ്രവാചകൻ ജുമാ നമസ്കരിച്ചിട്ടുള്ള ആ പള്ളി അറിയപ്പെടുന്നുണ്ട്. യസ്രിബുകാരായ ആളുകളാകട്ടെ അവർക്ക് ആദ്യമേ വിവരം കിട്ടിയതിനനുസരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഏതായാലും എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പേ അവർ പ്രവാചകൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ദിവസങ്ങളോളമായി അവർ കാത്തിരിക്കുകയാണ് പ്രവാചകൻ വരുന്നതിന്. ഏകദേശം വെയിൽ ചൂടാകുന്നത് വരെ അവർ കാത്തിരിക്കും. അങ്ങനെ കുറെ കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് അവർ തിരിച്ചു പോകും. അങ്ങനെ ഒരിക്കൽ ഈ നട്ടുച്ച സമയമായി അത് കഴിഞ്ഞിരിക്കുന്ന ആ സമയത്താണ് അവർ അവിടെ ഈത്തപ്പനയുടെ മുകളിലുണ്ടായിരുന്ന ഒരാൾ വിളിച്ചു പറയുന്നത്, യാ മാശറൽ അറബ് ഹാദാ ജദ്ദുകുമുല്ലദീ തൻതളിറൂൻ, നിങ്ങൾ കാത്തിരിക്കുന്ന ആളാന്ന് തോന്നുന്നു, 1-2 ആളുകൾ അതിനെങ്ങനെ വരുന്നുണ്ട് എന്ന്. അവരെല്ലാവരും
ഓടിക്കൂടി. കാരണം പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. അങ്ങനെ ആളുകളെല്ലാവരും സ്ത്രീകളടക്കം മട്ടുപ്പാവിൽ നിന്ന് പുറത്തേക്ക് വന്ന് വഴിയോരങ്ങളിൽ അവർ കാത്തു നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവിനെ ചരിത്രത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമായ അനർഘ നിമിഷങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യസ്രിബിലേക്ക് പ്രവേശിക്കുന്ന രംഗം. ആരുമാരും സഹായിക്കാനില്ലാത്ത വിധത്തിൽ, സർവരാരും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഏറ്റുവാങ്ങിയ വിധത്തിൽ, കല്ലേറും മാട്ടും തുപ്പും കഴുത്തിൽ കുടൽമാലകൾ വലിച്ചിടലും അതുപോലെ തന്നെ കയറിട്ട് മുറുക്കലും കൊല്ലാൻ ശ്രമിക്കലും ഇങ്ങനെയുള്ള സർവ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും തങ്ങളെ സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അവിടെ ആ മദീനയിലേക്ക് എത്തുന്ന അനർഘ നിമിഷം. അവർ പല വിധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ തയ്യാറായി. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അൽവഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് പ്രവേശിച്ച ആ ദിവസത്തോളം സന്തോഷകരമായ ആനന്ദകരമായ മറ്റൊരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. യസ്രിബുകാരുടെ ആ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ജീവിതത്തിൽ അവർക്കുണ്ടായ ഏറ്റവും നല്ല അനർഘ നിമിഷങ്ങളാണ്, സന്തോഷകരമായ നിമിഷങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദീനയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ സംഭവം എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവിടെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, പ്രവാചകൻ മദീനയിലേക്ക് പ്രവേശിച്ച ആ സമയത്ത് ത്വലഅൽ ബദ്റു അലൈന എന്ന് പറയുന്ന ഒരു പദ്യം ചൊല്ലി, കുട്ടികൾ ചൊല്ലി എന്ന് പറയുന്ന ഒരു സംഭവം. എന്നാൽ അതും നേരത്തെ പല സംഭവങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശരിയായ രൂപത്തിൽ സനദോടുകൂടി സ്ഥിരപ്പെട്ടിട്ടുള്ളതല്ല. മറിച്ച് ആ സംഭവം നടന്നിട്ടുള്ളത് തബൂക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ തിരിച്ചു വന്നപ്പോഴാണ് ആ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വിദാഇ വജബ ശുക്റു അലൈന മാദഅ ലില്ലാഹി ദാഇ എന്ന് പറയുന്ന ആ പദ്യശകലങ്ങൾ ഉരുവിട്ടത് എന്നാണ് കൃത്യമായ അതിന്റെ സനദിൽ നിന്ന് മനസ്സിലാക്കുക. രണ്ട് ഹദീസിനെയും മുഹദ്ദിസുകളായ ആളുകൾ ഏകോപിപ്പിക്കുന്നത് രണ്ട് സമയത്തും പാടിയിട്ടുണ്ടാവാം. പാടിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റുള്ള കാര്യവുമല്ല, അങ്ങനെ ആകാവുന്നതാണ് എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലെത്തി. ആ സ്ഥലത്തിന്റെ പേര് പിന്നെ മദീനത്തുർ റസൂൽ എന്നാക്കുകയാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് മോശമായിട്ടുള്ള നാശം, കുഴപ്പം, ആക്ഷേപം എന്നൊക്കെ പറയുന്ന അർത്ഥമുണ്ട് പദത്തിൽ, യസ്രിബ് എന്ന് പറയുന്ന പദത്തിൽ. അതുകൊണ്ട് പ്രവാചകൻ ആ നാമം മാറ്റിയിട്ട് അൽ മദീന, മദീനത്തുർ റസൂൽ എന്നാക്കുകയാണ്. യസ്രിബ് എന്ന ആ പദം ഖുർആനിൽ ഒരു തവണ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്ന ആ സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മദീന എന്ന് പറയുന്ന പദം ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരായ ആളുകളും തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്ന ആ മദീനയിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാമുള്ള ഗുണപാഠം ഉൾക്കൊള്ളാൻ, ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ, ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രവാചകൻ അവിടെ വന്നു. ഇനി എന്താണ് പറയുന്നത് എന്ന് ആകാംക്ഷയോടുകൂടി കേൾക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായിരിക്കുകയാണ്. പ്രവാചകന്റെ വായിൽ നിന്ന് ഉതിർന്നു വീണ, മദീനയിലെത്തി ആദ്യം ഉതിർന്നു വീണിട്ടുള്ള വാക്ക് പ്രവാചക വചനം ഹദീസുകളിൽ നമുക്ക് കാണാം. അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. തിരിവിൽ മദീനയിലെത്തി പ്രവാചകൻ ആദ്യം അഭിസംബോധന ചെയ്യുകയാണ് ആളുകൾ. അവിടെ വിശ്വാസികളെ എന്നല്ല അഭിസംബോധന ചെയ്ത് ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും പ്രാവർത്തികമാക്കേണ്ടുന്ന അഫ്ശുസ് സലാം,
നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. അവിടെ നമ്മൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന സലാമും അതിൽ ഉൾപ്പെടും. അതോടുകൂടി സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുക എന്നും മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്. നാട്ടിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകണം. അതുപോലെ അത്ഇമുത്തആം, നിങ്ങൾ ആളുകളെ ഭക്ഷിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. വിശപ്പിന് മതമില്ല, വിശപ്പിന് മറ്റു വ്യത്യാസങ്ങളില്ല. വിശക്കുന്നവരാരാണോ അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും മറുത്തു മാറ്റരുത്. ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം. ഫർദ് കുറിച്ച് പറയുന്നത് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. ഫർദ് നിസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്, അത് ഏതായാലും നിസ്കരിക്കണം. ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നാഥനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരായി അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈ തിരുവചനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മദീനയിലെത്തിയതിനു ശേഷം പ്രവാചകനെ ആദ്യമായി അവതരിച്ചിട്ടുള്ള സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയിലെ കുറെ ഭാഗങ്ങൾ പല ഭാഗത്തും അവതരിച്ചിട്ടുണ്ട്. 1-2 ആയത്തുകൾ മദനിയായ ആയത്തുകളും ആ സൂറത്തുകളിൽ കാണാവുന്നതാണ്. അങ്ങനെ പ്രവാചകൻ അവിടെ നിന്ന് വീണ്ടും പ്രവാചകന്റെ ഒട്ടകം ഖസ്വ എന്നായിരുന്നു പ്രവാചകന്റെ ഒട്ടകത്തിന്റെ പേര്. ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോരുത്തർക്കും പ്രവാചകൻ എന്റെ വീട്ടിൽ നിൽക്കണം, താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓരോരുത്തരെയും വീടിന്റെ അടുത്തെത്തുമ്പോൾ അവർ പറയുന്നു, അഖിമ്യന്തരായ റസൂലല്ലാ, നബി എവിടെ ഇപ്പോൾ ഇവിടെ താമസിക്കാ എന്ന്. പ്രവാചകൻ പറഞ്ഞു, ഖല്ലു സബീലഹാ ഫഇന്നഹാ മഅ്മൂറ, നിങ്ങൾ അതിനങ്ങോട്ട് വിട്ടേക്കൂ, അതിന് ചില കൽപ്പനകൾ കിട്ടിയിട്ടുണ്ട്, അത് പ്രകാരമേ അത് ചെല്ലൂ. അങ്ങനെ കുറെ മുന്നോട്ട് നീങ്ങിയിട്ട് ബനു നജ്ജാർ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഈ ഒട്ടകം മുട്ടുകുത്തി. സഹിൽ സുഹൈൽ എന്ന് പറയുന്ന 2 അനാഥ കുട്ടികളുടേതായിരുന്നു ആ ഭൂമി. പ്രവാചകൻ അവിടെ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടി അന്വേഷിച്ചു. അവരോട് അത് വിലക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വെറുതെ തരാം, വഖഫ് ചെയ്യാം, വെറുതെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അതിന് വില നിശ്ചയിച്ചുകൊണ്ട് തന്നെ അവിടെ വാങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, അയ്യു ബുയൂത്തിൻ അഖ്റബ്, ഇവിടുന്ന് ഏറ്റവും അടുത്ത വീട് ഏതാണ്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് താമസിക്കാൻ പറ്റുന്ന വീട് ഏതാണ് എന്ന് ചോദിച്ചപ്പോ ഖാലിദ് ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന ആളിന്റെ വീടാണ്. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കിയത്, അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി. അദ്ദേഹം പിന്നീട് പ്രസിദ്ധനാകുന്നത് അറിയപ്പെടുന്നത് ഈ പേരിലാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ഖാലിദ് ഇബ്നു സയ്യിദ് എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം ചെയ്തു. ആദ്യം മുകളിലായിരുന്നു 2 നിലയുള്ള ഈത്തപ്പന മട്ടലിൽ കൊണ്ടാണെങ്കിലും 2 നിലയുള്ള വീടായിരുന്നു. ആദ്യം മുകളിലാണ് സൗകര്യം ചെയ്തത്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, എന്നെ കാണാനും സംസാരിക്കാനും പലരും വരും, അതുകൊണ്ട് ഞാൻ താഴത്ത് നിന്നോളാം എന്ന് പറഞ്ഞ് താഴത്ത് നിന്നപ്പോ അബൂ അയ്യൂബ് അൻസാരിയും ഭാര്യയും കുടുംബവും മുകളിലാണ്. മുകളിൽ അവർക്ക് നടക്കാൻ വരെ പേടി. കാരണം പ്രവാചകന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവോ, പ്രയാസം ഉണ്ടാവോ, അങ്ങനെ പല സംഭവങ്ങൾ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും ഒരു പാത്രത്തിലെ വെള്ളം തട്ടി തൂവിയപ്പോ ആ വെള്ളം പടച്ചോനെ ഒരു ദിവസം, ആ ചരിത്രം പറയുന്നത്, ഒരു ദിവസം ഞങ്ങൾ പുതപ്പില്ലാതെ ഉറങ്ങിയില്ല. കൊടും തണുപ്പില്ല ഉള്ള രാത്രിയിൽ പുതപ്പില്ലാതെ ഉറങ്ങി. എന്തേ പുതപ്പിന് പറ്റിയത്? വെള്ളം തൂവിപ്പോയപ്പോ ഈ പുതപ്പ് കൊണ്ട് ആ വെള്ളം മുഴുവനും ഒപ്പിയെടുത്തു. അന്ന് പിന്നെ ആ പുതപ്പ് വെക്കാൻ കഴിയില്ല. അങ്ങനെ ഉറങ്ങി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് അവരാൽ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അബൂ അയ്യൂബ് അൻസാരി ഭാര്യ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ ഏത് ഭാഗത്ത് നിന്നാണ് പ്രവാചകൻ കഴിച്ചത് എന്ന് നോക്കി അതേ ഭാഗത്ത് നിന്ന് അവർ കഴിക്കും. ആ പ്രവാചകനോടുള്ള അടുപ്പം നോക്കൂ നിങ്ങൾ, ആ പ്രവാചകനോടുള്ള ബന്ധം നോക്കൂ നിങ്ങൾ, ആ പ്രവാചകനെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നോക്കൂ. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ പള്ളിയുടെ പണി നടക്കുകയാണ്. അപ്പൊ നബി ഖുബാലെത്തി, അവിടെയും പള്ളി ഉണ്ടാക്കിയത്. ഇവിടെ യസ്രിബിലെത്തി, മദീനയിലെത്തി, അവിടെയും പള്ളി ഉണ്ടാക്കിയത്. അത് നമുക്ക് പഠിപ്പിക്കുന്നത്, ഏതൊരു പ്രദേശത്തും മുസ്ലിങ്ങൾ 4 ആൾ കൂടിയാൽ അവിടെ ഒരു പള്ളിയാണ് വേണ്ടത് എന്നാണ്. ആ പള്ളി എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈറ്റ് ഹൗസുകളാണ്, പ്രകാശ ഗോപുരങ്ങളാണ് പള്ളി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടുന്ന സ്ഥലമാണ് പള്ളി എന്നത്. പ്രവാചകനും ആ പള്ളി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്
ഒരു പ്രത്യേകതരം മൺകട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഉണ്ടാക്കുന്നതിലും പടവ് ചെയ്യുന്നതിലും പ്രഗത്ഭനായിരുന്നു തൽഖത്ത് ബിനുൽ യമാനി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ആ കട്ടകൾ ഉണ്ടാക്കുകയും ആ കട്ടകൾ പ്രവാചകനും ചുമക്കുകയും ചെയ്തു. കൽപ്പിക്കുക മാത്രമല്ല, നേതാവായി വിട്ടുനിൽക്കുകയല്ല, പ്രവാചകനും ഈ കട്ടകൾ ചുമക്കുകയാണ്. ആ കട്ട ചുമക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഹാദൽ ഹിമാൽ ലാ ഹിമാലുൽ ഖൈബർ, ഇത് ഖൈബറിലെ ചുമക്കുന്നത് പോലെയുള്ള ചുമക്കലല്ല. എന്നാൽ ഈത്തപ്പഴം തോളിൽ വെച്ച് പോകുന്നതല്ല, ലേശം കനണ്ടല്ലോ ഈ കല്ലിന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ്. ആ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ, പടച്ചോനെ ഏറ്റവും നല്ല പ്രതിഫലം ആഖിറത്തിലെ പ്രതിഫലമാണ്. വർഹമിൽ അൻസാർ വൽ മുഹാജിരീൻ, അൻസാറുകളെയും മുഹാജിറുകളെയും അവർക്ക് നീ റഹ്മത്ത് ചൊരിയണമേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരും, ചെറുപ്പക്കാർ കുറെ ആളുകളുണ്ട്. അമ്മാർ ഇബ്നു യാസിറിനെ പോലെ നമുക്കറിയാം, മക്കയിൽ വെച്ചുകൊണ്ട് ഉമ്മയും വാപ്പയും ഖുറൈശികളുടെ പീഡനത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആദ്യത്തെ രക്തസാക്ഷികളായിരുന്നു സുമയ്യ ബീവി, അതുപോലെ സുമയ്യ ബീവിയുടെ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും അവിടുന്ന് മരണപ്പെട്ടു പോയിട്ട് പിന്നെ ഹിജ്റക്ക് ഇങ്ങനെ വന്നതാ അമ്മാർ ഇബ്നു യാസിർ. ചെറുപ്പക്കാരനാണ് അദ്ദേഹം. 2 കട്ടയാണ് എടുക്കുന്നത്. ആ 2 കട്ട എടുത്തുകൊണ്ട് പോകുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞ, പ്രവാചകൻ എന്റെ തലയിൽ 2 കട്ടയാണ് ഒരു വെച്ച് തന്നിട്ടുള്ളത്, ഞാൻ ഇതിന്റെ ഭാരത്താൽ മരിച്ചു പോകും എന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ, ജനങ്ങൾക്കൊക്കെ ഒരു പ്രതിഫലമേ കിട്ടൂ, നിനക്ക് 2 പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ലാ യബ്ന സുമയ്യ, സുമയ്യന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട്, സാധാരണ വാപ്പാന്റെ പേര് കൂട്ടിയാ വിളിക്കാറുള്ളത് ആളുകളെ, ഇവിടെ സുമയ്യന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് ആ മഹദിക്ക് നൽകിയുന്ന ഒരു സ്ഥാനവും ഒരു പദവിയും കൂടിയായിരുന്നു. സുമയ്യയുടെ മകനെ സാദുക ശുർബത മിൻ ലബൻ, നിന്റെ അവസാനം ജി മരിക്കണതേ ഈ രൂപത്തിൽ ഒരു കല്ല് ചുമന്നിട്ടൊന്നും ആവൂല, അവസാനം പാല് കുടിച്ചിട്ടാജി മരിക്കുക, അവസാനം പാല് കുടിച്ചിട്ടാണ് നീ മരിക്കുക. അതിക്രമകാരികളായ ചില ആളുകളാണ് തന്നെ വധിക്കുക എന്ന് പ്രവാചകൻ ഒരു പ്രവചനം അവിടെ നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ പിന്നീട് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സിഫീൻ യുദ്ധത്തിലാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അങ്ങനെ ഭടന്മാരായ ആളുകളെല്ലാവരും രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പാല് വിതരണം ചെയ്തു. അത് കുടിക്കുന്ന സമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പാല് കുടിക്കാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. പാല് കൈ കിട്ടിയപ്പോ അങ്ങനെ ചിരിക്കുകയാണ്. എന്താ ചിരിക്കണത് എന്ന് ചോദിച്ചപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ട് അന്ന് 93 വയസ്സായിട്ടുണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്, അത്രമാത്രം പ്രായമായിട്ടുണ്ട്. പണ്ട് ആ പള്ളി പണിതതും ഈ പറഞ്ഞതും ഒക്കെ ചെറുപ്പകാലത്താണ്, യുവത്വ കാലത്താണ്. പണ്ട് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അവസാനത്തെ ഭക്ഷണം പാലായിരിക്കും, ആ പാലാണ് ഞാൻ കുടിക്കുന്നത്. സന്തോഷത്തോടു കൂടി ഞാൻ ആ രണാങ്കണത്തിൽ മരിക്കും. ആ രണാങ്കണത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പ്ലാനിങ്ങുകൾ, ഒരുപാട് ആത്മാർത്ഥ നിറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിൽ സകലതും ത്യജിക്കുവാനും സഹിക്കുവാനുമുള്ള മാനസികമായ സന്നദ്ധ നിറഞ്ഞിട്ടുള്ള ആളുകൾ, യുവത്വത്തിന്റെ എല്ലാ നിലക്കുമുള്ള രംഗപ്രവേശനങ്ങൾ, അതുപോലെ സ്ത്രീ ജനങ്ങളുടെ സഹകരണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടും നിറഞ്ഞ ഈ ചരിത്രം വളരെ 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 ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ ഈ 2 കുത്തുബകളിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് നിങ്ങൾ ദീർഘമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും ഏത് ബാല്യകാലം തൊട്ടുള്ള ആളുകളാണ് എങ്കിലും അത് പറയുന്ന ആളുകളിൽ നിന്ന് അത് കേട്ടാൽ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കും. ആ പ്രവാചകൻ കൊണ്ടുവന്ന, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന മതത്തെയും നമ്മൾ ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ തന്റെ ദഅവത്ത് നടത്തിയിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ആ പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ പരീക്ഷണങ്ങളുടെ സർവ്വവിധ സീമകളും അതിലംഘിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ വന്നപ്പോഴും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് ദീനിൽ അടിയുറച്ചു നിന്നിട്ടുള്ള ആ സ്വഹാബത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ.
അതിലുള്ള വൃദ്ധരായ വയോവൃദ്ധരായ ആളുകൾ, യുവത്വത്തിലുള്ള ആളുകൾ, ബാലന്മാരും ബാലികമാരുമായ ആളുകൾ, സ്ത്രീകളും ഉമ്മമാരുമായ ആളുകൾ, സർവവും മുസ്ലിം സമൂഹത്തിന്റെ മാതൃകകളാണ്. അള്ളാഹുവേ, അവരിന്നെല്ലാം മാതൃകയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.